പാമ്പിന് ഇപ്പോൾ നമുക്ക് നമുക്ക് ഉള്ള അവയവങ്ങളെല്ലാം പാമ്പിനുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, ഇതെല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം വിഷൻ കണ്ണുണ്ട്, പക്ഷേ വിഷൻ ബ്ലർഡാണ്. അതിനൊരു ക്ലിയർ വിഷൻ ഇല്ല, നല്ല വ്യക്തമായ കാഴ്ചയില്ല. ഇപ്പോൾ രാജവെമ്പാലയ്ക്കൊക്കെ അത്യാവശ്യം കാഴ്ചയുണ്ട്, പക്ഷേ ബാക്കി മൂർഖൻ പാമ്പുകൾക്കൊന്നും ഒരു അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനില്ല, ബ്ലർഡ് വിഷനാണ്. അതുപോലെ കേൾവി, ബാഹ്യകർണങ്ങൾ പാമ്പിനില്ല, ആന്തരകർണമാണുള്ളത്, ഇൻറ്റേർണൽ ഇയർ ആണുള്ളത്. ഇവർ പൂർണ്ണമായും കൈയും കാലും ഒന്നുമില്ലാതെ തല ഉൾപ്പെടെ ഭൂമിയിൽ പതിഞ്ഞ് കിടക്കുന്ന ജീവികളാണ് പാമ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ പണ്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അവർക്കറിയാം കാല് ഭൂമിയിൽ പതിച്ച് നടക്കണം എന്ന് പറയാം. നമ്മൾ ആ ഭൂമിയിൽ കാല് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്പന്ദനം, ആ ഒരു തരംഗം, അതാണ് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് ചവിട്ടുമ്പോൾ ആ ഒരു ശബ്ദം, ആ ഒരു സ്പന്ദനമാണ് പെട്ടെന്ന് മൂർഖൻ പാമ്പൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആണ് അവർ പെട്ടെന്ന് പത്തിയെടുത്ത് വിടർത്തി നിൽക്കും. ഞാനിവിടെ എൻ്റെ ഒരു പ്രസൻസ്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു അത് അറിയിക്കാൻ വേണ്ടി നിൽക്കുക, അല്ലാതെ പെട്ടെന്ന് കയറി ബൈറ്റ് ചെയ്യൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ വഴിക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നും വരുന്നില്ല. പക്ഷെ അണലി അതിൻ്റെ വേറൊരു നേച്ചറാണ്. അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ചാടിയൊന്ന് ബൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കിടക്കാം. അത് അണലിയുടെ ഒരു സ്വഭാവമാണ്.